തീർന്നില്ല. സാമിരിയോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, വന്ദുർ ഇലാ ഇലാഹിക്, വന്ദുർ നീ നോക്ക്, വന്ദുർ നീ നോക്ക്, ഇലാ ഇലാഹിക നിന്റെ ഇലാഹിലേക്ക്, ഇലാഹിക നിന്റെ ഇലാഹ്. ഇതുവരെ സാമിരി പറഞ്ഞാൽ എന്താണ്? ഇത് മൂസാൻ്റെ ഇലാഹ് തന്നെ, ഇലാഹു മൂസ, മൂസാൻ്റെ ഇലാഹ്. അപ്പം മൂസ അലൈഹി സ്വലാത്തു പറഞ്ഞ ഇലാഹിക നിന്റെ ഇലാഹാണ്. ഉൻദുർ ഇലാ ഇലാഹിക് നിന്റെ ഇലാഹിലേക്ക് നീ നോക്ക്. അല്ലദീ എങ്ങനെയുള്ള നിന്റെ ഇലാഹാണ്? വൽത അലൈഹി ആകിഫ, വൽത അലൈഹി, എന്താ വൽത? വല്ല എന്ന ക്രിയയിലെ ആണ് കേട്ടോ, അസലത് വല്ലയാണ്, അതിലേക്ക് താ വന്നാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? സാധാരണ ഈ വലൽത്ത എന്നാണ്, വലൽത്ത. നമ്മൾ ഈ ഷക്കത്ത, ഫറർത്ത അങ്ങനെ പറയും. ഇവിടെ എന്ത് കുറവുണ്ട്? അങ്ങനെ എന്ത് കുറവുണ്ട്? ഇവിടെ ലാമ് കുറവുണ്ട്, വൽത്ത. ഈ നഹ്വിൽ പറയും, ഈ മുശദ്ദദത്തായ മാദിയായ ക്രിയ അതിങ്ങനത്തെ ഇതിന് റഫിൻ്റെ ബാരിസായ ദമീർ എന്നാണ് പറയുന്നത് വ്യാകരണ പ്രകാരം. അതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കെട്ടഴിയും. അതുകൊണ്ടാണ് ഫറർത്ത, ഷഖഖ്ത, വലൽത്ത എന്ന് പറയുന്നത്. അത് അജ്വഫായ ക്രിയയാണെങ്കിൽ, അജ്വഫായ ക്രിയ എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ ഇല്ലത്തിൻ്റെ അർഫ്, അലിഫ് വ യ, ഈ ഇല്ലത്തിൻ്റെ അർഫുകളാണെങ്കിൽ ആ ഇല്ലത്തിൻ്റെ അർഫിനെ കളഞ്ഞിട്ട് ഇപ്പോൾ കാന, കുൻത, കുൻതു എന്ന് പറയുന്നത്. ഈ ദമീറുകൾ ചേരുമ്പോഴുള്ള ഒരു വിഷയമാണ്. ചില സമയങ്ങളിൽ എന്ത് ചെയ്യും? ഈ വലൽത്ത എന്ന് പറയുന്നതിന് പകരം ഇതിൽ രണ്ടിലൊരക്ഷരം കളയും, തഖ്ഫീഫിന് വേണ്ടി, പാരായണത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ വലൽത്ത എന്ന് പറയാതെ വൽത്ത എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അറബി സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അല്ല കുല്ലി വന്ദുർ ഇലാ ഇലാഹിക്കല്ലദീ വൽത, വൽത എന്നാണ് നീ ആയിക്കൊണ്ടിരുന്നു എന്നാണ്. വലൽത്ത നീ ആയിക്കൊണ്ടിരുന്നു. അലൈഹി, അലൈഹി എന്ന് പറഞ്ഞാൽ അല ഇലാഹിക്ക് നിന്റെ ഇലാഹിന്മേൽ. ആകിഫൻ, ആകിഫൻ എന്ന് പറഞ്ഞാൽ ആരാധനയിൽ തുടരുന്നവൻ. മുലാസിം ഫിൽ ഇബാദ, ഇബാദത്തിൽ മുലാസിമായി, അതാണ് ഭജന എന്നൊക്കെ പറയില്ലേ. അപ്പോൾ വന്ദുർ ഇലാ ഇലാഹിക്, സാമിരിയോട് പറയാണ് നിന്റെ ഇലാഹിലേക്ക് നോക്ക്. അല്ലദീ എങ്ങനെയുള്ള നിന്റെ ഇലാഹാണ്? വൽത അലൈഹി ആകിഫൻ, ആ ഇലാഹിൽ നീ ആകിഫായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആകിഫായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്തിൽ മുലാസിമായി വിടാതെ തുടരുകയായിരുന്നു. ഇബാദത്തിൽ നീ വിടാതെ തുടർന്നിരുന്നതായ നിന്റെ ഇലാഹ്, ആ ഇലാഹ് നോക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കി മാത്രമല്ല, പിന്നെ സാമിരി അവിടെ തന്നെയായിരുന്നു എന്നാണ്. സാമിരി അവിടെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ആ ഇലാഹിലേക്ക് നീ നോക്ക്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ലനുഹർരിഖന്നഹു സുമ്മ ലനൻസിഫന്നഹു ഫിൽ യമ്മി നസ്ഫ, ലനുഹർരിഖന്നഹു. എന്താ ഹറഖ യുഹർരിഖു എന്നാണ്? കത്തിച്ച് കരിക്കണീന്നറിയാം. ഹറഖ ആ കൽപ്പനയല്ലേ ഈ കൽപ്പന. ഈ കൽപ്പന പോകാൻ പറയുന്നത് എനിക്ക് പോകാനും പോകാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, വേണമെങ്കിൽ പോയിക്കോന്ന് അർത്ഥത്തിലല്ല. പോകല്ലാതെ വേറൊരു വഴിയില്ല. കാരണം ഇത് റഹ്മാൻ അദാബ് പറയുന്നു. അവനെ എന്താണ്, അവൻ സാമൂഹ്യ ശ്രേണിയിൽ നിന്ന് അവൻ എന്ത് ചെയ്യാണ്? ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്, നാട് കടത്തുക എന്നുള്ളതാണ് അവനുള്ള ശിക്ഷ. മനസ്സിലേ? ഇവനെ ഒറ്റപ്പെടുത്താണ്, ശിക്ഷയാണ്, അള്ളാൻ്റെ അദാബാണ്. അതിൽ ചോയ്സില്ല. ഈ ദുഹബ് ചോദിച്ചില്ല. പിന്നെ ആ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരെ കാണുകയാണെങ്കിലും ഓനക്ക് എന്തേ പറയാനുള്ളൂ? ലാ മിസാസ്, ഞാനൊരാളെയും തൊടാറില്ല, നിങ്ങളിന്നോൻ തൊടണ്ട. തൊട്ടുണ്ടെങ്കിൽ അപകടമാണ്. മനസ്സിലായില്ല? അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്? ആരോടും സംസാരമല്ല, ആരെ അഭിമുഖീകരിക്കലുമില്ല, ആരുമായി ഇടപാടില്ല, ഒന്നുമില്ല. അങ്ങനെ അവനങ്ങോട്ട് ഒറ്റപ്പെട്ട് തീരുകയാണ് ചെയ്തത്. പൂർണ്ണ നിസ്സഹകരണത്തിൽ ഊരുവിലക്കിൽ തീരുകയാണ് ചെയ്തത്. അതവനുള്ള ശിക്ഷയാണ്. ആറും കൽപ്പിച്ചതും ഈ കൽപ്പനയും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ പറഞ്ഞ നരകത്തിൽ ഇട്ട ആളുകളോട് പറയില്ലേ, ലുക്ക് ഇന്നക്കാന്തൽ ലുക്ക്, നീ ആസ്വദിച്ചോ എന്നല്ലേ. അവിടെ ടേസ്റ്റ് നോക്കിക്കോ, വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിക്കോ എന്നുള്ള അർത്ഥത്തിലല്ലേ. പിന്നെ അവിടെ ടേസ്റ്റ് നോക്കലല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ എന്തിനാണ് ആ കൽപ്പന? കൽപ്പന അത് അവരെ ഇകഴ്ത്താനാണ്, അപമാനിക്കാനാണ്. വന്ദുർ ഇലാ ഇലാഹിക്കല്ലദീ ളൽത അലൈഹി ആകിഫ ലനുഹർരിഖന്നഹു, ല വല്ലാഹി ലനുഹർരിഖന്നഹു, ലാമുൽ ഖസമാണിത്. അള്ളയാണ് ലനുഹർരിഖന്നഹു, നാം അതിനെ ചുട്ടുകരിക്കുക തന്നെ ചെയ്യും. ഈ ഇലാഹിനെ നുഹർരിഖന്നഹു, ഹറഖ എന്നാണ്, ഹറഖ എന്നല്ല. പിന്നെ ഹറഖ എന്നാണ് എന്താ? നന്നായി ചുട്ടുകരിക്കുക എന്നാണ്. നന്നായി ചുട്ടുകരിക്കും, അതാണ് നുഹർരിഖന്നഹു.
സുമ്മ പിന്നെ ലനൻസിഫന്നഹു നസഫ എൻസിഫു എന്ന് പറഞ്ഞാൽ പൊടിച്ചു നൻസിഫന്നഹു നാം അതിനെ പൊടിക്കുക തന്നെ ചെയ്യും നൻസിഫന്നഹു നാം അതിനെ പൊടിക്കുക തന്നെ ചെയ്യും. എടാ ഇവിടെ ഈ ലാമ്, അതേപോലെ തന്നെ ഇവിടെ ഈ നൂന് തൗക്കീദ് സഖീലാന്ന് പറയും. ലനുഹർരിഖന്നഹു സുമ്മ ലനൻസിഫന്നഹു നാം അതിനെ പൊടിക്കും. എന്തിനെ? ചുട്ട് കരിച്ചിട്ടുണ്ടെങ്കിലും ഇത് സ്വർണ്ണാണ്, കാളക്കുട്ടിൻ്റെ ആയിട്ട് തന്നെ ഉണ്ടാവും ഇല്ലേ? പിന്നെന്ത് ചെയ്യണം? അതിനെ പൊടിക്കണം. പൊടിച്ചിട്ടില്ലെങ്കിൽ പിന്നെയും അതിനെ മേഘ തൊടിച്ച് പൊട്ടിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യും? അതിനെ വീണ്ടും ഇതാക്കും. അപ്പോൾ ലൻസിഫന്നഹു നാം അതിനെ പൊടിക്കുക തന്നെ ചെയ്യും. ലൻസിഫന്നഹു നാം അതിനെ പൊടിയാക്കുക തന്നെ ചെയ്യും. ഫിൽ യമ്മി നസ്ഫൻ ഫിൽ യം എവിടെ? യമ്മിൽ സമുദ്രത്തിൽ യമ്മിൽ സമുദ്രത്തിൽ നസ്ഫൻ ഒരു പൊടിയാക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പൊടിച്ച് വിതറുകയാണ്. ലനൻസിഫന്നഹു നസ്ഫൻ ഫിൽ യം തവിട് പൊടിയാക്കാറില്ലേ? അതിനാണ് ലനൻസിഫന്നഹു നസ്ഫൻ തവിട് പൊടിയാക്കാറില്ലേ? അങ്ങനെ പൊടിയാക്കും. ആ പൊടിയാക്കിയിട്ട് എവിടെ ഇടുന്നത്? അത് ഫിൽ യം സമുദ്രത്തിലാണ്. കരയിലിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് അടിച്ചു കൂട്ടിയിട്ട് വീണ്ടും വെള്ളത്തിലിടാൻ സാധ്യതയുണ്ട്. ഏതായാലും ലനുഹർരിഖന്നഹു സുമ്മ ലനൻസിഫന്നഹു ഫിൽ യമ്മി നസ്ഫ. അതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സാമിരിയോട് പറയേണ്ടത്.